നമ്മുടെ കൈകളിലെത്തുന്ന ഓരോ കറൻസി നോട്ടിനും പിന്നിൽ അതിശയിപ്പിക്കുന്ന ഒരു വലിയ നിർമ്മാണ ലോകമുണ്ട്. നിത്യജീവിതത്തിൽ നാം പലതവണ കൈമാറുന്ന ഈ നോട്ടുകൾ വെറുമൊരു കടലാസല്ലെന്നും അതിന് പിന്നിൽ അതിസങ്കീർണമായ സാങ്കേതിക വിദ്യകളുണ്ടെന്നും തിരിച്ചറിയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ഇന്ത്യയിൽ പ്രധാനമായും 4 സ്ഥലങ്ങളിലാണ് നോട്ടുകൾ അച്ചടിക്കാനുള്ള പ്രത്യേക പ്രസ്സുകൾ ഉള്ളത്. നാസിക്, ദേവാസ്, മൈസൂർ, സാൽബോണി എന്നിവിടങ്ങളിലെ അതീവ സുരക്ഷയ്ക്കുള്ള ഈ കേന്ദ്രങ്ങളിൽ പ്രതിദിനം കോടിക്കണക്കിന് നോട്ടുകളാണ് അച്ചടിച്ച് പുറത്തിറങ്ങുന്നത്. ഒരു വർഷം ശരാശരി 2000 കോടിയിലധികം പുതിയ നോട്ടുകൾ ഇത്തരത്തിൽ വിപണിയിലേക്ക് എത്തുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നോട്ടുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലിന്റെ പ്രത്യേകതയാണ് ഇതിലെ ഏറ്റവും പ്രധാനം. നാം സാധാരണ ഉപയോഗിക്കുന്ന പേപ്പർ നിർമ്മിക്കുന്നത് മരത്തടിയിൽ നിന്നാണെങ്കിൽ കറൻസി നോട്ടുകൾ നിർമ്മിക്കാൻ ഇന്ത്യയിൽ പൂർണ്ണമായും പരുത്തി നാരുകൾ അഥവാ കോട്ടൺ ടാഗ് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നോട്ടുകൾ വെള്ളത്തിൽ വീണാലും പെട്ടെന്ന് അലിഞ്ഞു പോകാത്തതും എത്ര തവണ മടക്കിയാൽ കീറിപ്പോകാത്തതും. ഈ പേപ്പറിന്റെ പ്രത്യേകത കൊണ്ടാണ് വർഷങ്ങളോളം ഈ നോട്ടുകൾ വിപണിയിൽ നശിക്കാതെ നിലനിൽക്കുന്നത്. നോട്ട് നിർമ്മാണത്തിന്റെ പ്രാരംഭ ഘട്ടം തുടങ്ങുന്നത് അതിന്റെ ആകർഷകമായ ഡിസൈനുകൾ തയ്യാറാക്കുന്നതിലൂടെയാണ്. വിദഗ്ധരായ കലാകാരന്മാർ ഓരോ നോട്ടിന്റെയും ഡിസൈൻ വളരെ കൃത്യതയോടെ കൈകൊണ്ട് വരച്ചെടുക്കുന്നു. ഈ ചിത്രങ്ങൾ പിന്നീട് സ്റ്റീൽ പ്ലേറ്റുകളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. പാന്റോഗ്രാഫ് എന്നറിയപ്പെടുന്ന പ്രത്യേക ഉപകരണം ഉപയോഗിച്ച് വളരെ സൂക്ഷ്മമായി പ്ലേറ്റുകളിൽ ഈ ചിത്രങ്ങൾ കൊത്തിയെടുക്കുന്നു. ഈ ഒരു പ്രക്രിയ പൂർത്തിയാക്കാൻ തന്നെ പലപ്പോഴും 8 ദിവസം വരെ സമയമെടുക്കാറുണ്ട്. ഇങ്ങനെ തയ്യാറാക്കുന്ന മാസ്റ്റർ ഡൈകളിൽ നിന്നാണ് പിന്നീട് അച്ചടിക്കാവശ്യമായ ആയിരക്കണക്കിന് പ്ലേറ്റുകൾ നിർമ്മിച്ചെടുക്കുന്നത്. കള്ളനോട്ടുകൾ ഇറങ്ങുന്നത് തടയാനായി ഓരോ നോട്ടിലും നിരവധി സുരക്ഷാ സംവിധാനങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നോട്ടുകൾ വെളിച്ചത്തിന് നേരെ പിടിച്ചു നോക്കുമ്പോഴോ അല്ലെങ്കിൽ ചെരിഞ്ഞു നോക്കുമ്പോഴോ മാത്രം കാണാൻ കഴിയുന്ന വാട്ടർമാർക്കുകളും നിറം മാറുന്ന സുരക്ഷാ നൂലുകളും ഇതിൽ പ്രധാനമാണ്. 500-200 രൂപ നോട്ടുകളിലൊക്കെ കാണുന്ന പച്ച നിറത്തിലുള്ള സ്ട്രിപ്പ് ചെരിഞ്ഞു നോക്കുമ്പോൾ നീല നിറമായി മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ വിദ്യ അനുകരിക്കാൻ കള്ളനോട്ടുകാർക്ക് വളരെ പ്രയാസമാണ്. കൂടാതെ സാധാരണ നോട്ടത്തിൽ ഒരു വരയായി മാത്രം തോന്നുന്ന ഭാഗത്ത് മൈക്രോ ലെൻസ് ഉപയോഗിച്ച് നോക്കിയാൽ അതിനുള്ളിൽ വളരെ ചെറിയ അക്ഷരങ്ങളിൽ RBI എന്നും നോട്ടിന്റെ മൂല്യവും എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും. അടുത്ത ഘട്ടം ഓഫ്സെറ്റ് പ്രിന്റിംഗ് ആണ്. ഏകദേശം 50 അടിയോളം നീളവും ടൺ കണക്കിന് ഭാരവുമുള്ള കൂറ്റൻ മെഷീനുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഒരേ സമയം നോട്ടിന്റെ 2 വശങ്ങളിലും ഡിസൈനുകൾ അച്ചടിക്കാൻ ഈ മെഷീനുകൾക്ക് സാധിക്കും. മണിക്കൂറിൽ 10,000-ലധികം ഷീറ്റുകൾ അച്ചടിക്കുമ്പോഴും ഇതിന്റെ കൃത്യത ഉറപ്പാക്കാൻ ഓരോ 500 ഷീറ്റ് കഴിയുമ്പോഴും വിദഗ്ധർ പരിശോധന നടത്താറുണ്ട്. ഇതിനുശേഷമാണ് നോട്ടുകളിലെ ചിത്രങ്ങൾക്കും നമ്പറുകൾക്കും ഒരു പ്രത്യേകതരം പരുക്കൻ സ്വഭാവം നൽകുന്ന ഇൻഡാഗ്ലിയോ പ്രിന്റിംഗ് നടക്കുന്നത്. ഗാന്ധിജിയുടെ ചിത്രം, റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പ്, അശോക സ്തംഭം എന്നിവ വിരലുകൾ കൊണ്ട് തൊടുമ്പോൾ നമുക്ക് ഒരു മുഴപ്പ് അനുഭവപ്പെടുന്നത് ഈ ഘട്ടത്തിലാണ്. കാഴ്ച ശക്തിയില്ലാത്തവർക്ക് നോട്ടുകൾ തിരിച്ചറിയാൻ സഹായിക്കുന്നതും ഈ പ്രത്യേക പ്രിന്റിംഗ് രീതിയാണ്. ഓരോ നോട്ടിനും തന്നതായ സീരിയൽ നമ്പറുകൾ നൽകുന്നത് അവസാന ഘട്ടത്തിലാണ്. ലണ്ടൻ പോലുള്ള രാജ്യങ്ങളിലെ കറൻസിയിൽ എല്ലാ നമ്പറുകളും ഒരേ വലിപ്പത്തിലാണെങ്കിൽ ഇന്ത്യയിൽ പുതിയ നോട്ടുകളിൽ ഇടത്തുനിന്നും വലത്തോട്ട് പോകുന്തോറും നമ്പറുകളുടെ വലിപ്പം കൂടി വരുന്ന രീതിയിലാണ് പിന്തുടരുന്നത്. പ്രിന്റിംഗ് കഴിഞ്ഞാൽ നോട്ടുകൾ ഉടനെ വിപണിയിലേക്ക് വിടില്ല. വികസിത രാജ്യങ്ങളിലെ പോലെ തന്നെ ഇന്ത്യയിലും നോട്ടുകൾ പരിശോധിക്കാൻ അതാന്യുതികമായ വെരിഫിക്കേഷൻ സിസ്റ്റം നിലവിലുണ്ട്. പ്രിന്റിംഗ് കഴിഞ്ഞാൽ നോട്ടുകൾ ഉടനെ വിപണിയിലേക്ക് വിടില്ല. വികസിത രാജ്യങ്ങളിലെ പോലെ തന്നെ ഇന്ത്യയിലും നോട്ടുകൾ പരിശോധിക്കാൻ അത്യാധുനികമായ വെരിഫിക്കേഷൻ സിസ്റ്റം നിലവിലുണ്ട്. സെക്കൻഡുകൾക്കുള്ളിൽ നോട്ടുകളുടെ നിലവാരവും സുരക്ഷയും പരിശോധിക്കാൻ ക്യാമറകളും സോഫ്റ്റ്വെയറുകളും ഉപയോഗിക്കുന്നു. നിറത്തിലോ ഡിസൈനിലോ നേരിയ മാറ്റമുണ്ടെങ്കിൽ പോലും ആ ഷീറ്റുകൾ മെഷീൻ തന്നെ സ്വയം ഒഴിവാക്കും. തുടർന്ന് കൃത്യതയുള്ള നോട്ടുകൾ മുറിച്ചെടുത്ത് 100 എണ്ണം വീതമുള്ള കെട്ടുകളാക്കി മാറ്റുന്നു. ഈ കെട്ടുകൾ പിന്നീട് വലിയ ലോഹപ്പെട്ടികളിലാക്കി അതീവ സുരക്ഷയുള്ള ട്രക്കുകളിൽ കയറ്റി വിവിധ ബാങ്കുകളിലും വോൾട്ടുകളിലേക്കും എത്തിക്കുന്നു. സാധാരണക്കാരുടെ കൈകളിലേക്ക് ഒരു നോട്ട് എത്തുന്നതിന് മുമ്പ് ഇത്രയേറെ കടമ്പകൾ അത് പിന്നിടുന്നുണ്ട്. അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്നാൽ ഒരു 500 രൂപ നോട്ട് അച്ചടിക്കാൻ സർക്കാരിന് ഏകദേശം 2 രൂപ വരെ ചിലവാകാറുള്ള എന്നതാണ്. ഓരോ വർഷവും ഈ ചിലവിൽ ചെറിയ മാറ്റങ്ങൾ വരാം. നോട്ടുകൾ പോലെ തന്നെ നാണയങ്ങൾ അച്ചടിക്കുന്ന രീതിയും ഏറെ കൗതുകരമാണ്. അത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ഇതുപോലുള്ള വീഡിയോ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.